ഗുഡ് മോർണിംഗ് ഫ്രം ഡേ 8. ഇപ്പോൾ ഉള്ളത് നമ്മൾ ഡിംഗ്പോച്ചയിലാണ്. ഇന്നലെ താമസിച്ചതും മെന്നാന്ന് താമസിച്ചതും സെയിം സ്ഥലമാണ് ഡിംഗ്പോച്ച. 4410 മീറ്റർ. രാവിലെ ഏകദേശം 8 മണി. സ്കൈ എല്ലാം അടിപൊളി ക്ലിയറാണ്. ഇനി നമ്മളിപ്പം പോകുന്നത് ലൊബൂച്ചിലേക്കാണ്. ലൊബൂച്ചിലേക്ക് ഏകദേശം ഒരു 500 മീറ്റർ ട്രക്കിംഗ് ഉണ്ട്. അതായത് 7 കിലോമീറ്റർ, ഏകദേശം 7 മണിക്കൂർ. നമ്മളിന്ന് എത്തുന്നത് 4900 സംതിങ് മീറ്ററിലായിരിക്കും. ഈ മീറ്ററിലില്ലേ വൻ സംഭവമാണ്. വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ഓക്സിജൻ ലെവലെല്ലാം ഇപ്പോൾ ഉള്ളത് 64 ഓക്സിജൻ ലെവൽ. 64. ഇപ്പോൾ ഇന്ന് പോകുന്ന സ്ഥലത്ത് ലൊബൂച്ചയിൽ 58 ഉള്ളൂ. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഉറങ്ങുന്ന നേരം, ഞാനിപ്പോൾ ഉറങ്ങിയിട്ട് 3 ദിവസമായി. രാത്രി ഉറങ്ങുന്ന നേരം ഫുള്ളായിട്ട് ഉറങ്ങാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ഞെട്ടു. അതായത് ബ്രീത്തിങ് ഇഷ്യൂ വരും. വൻ ഇഷ്യൂ ആണ്. 3 ദിവസമായി മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് 10 പ്രാവശ്യമെങ്കിലും ഉറക്കത്തിന് ഞെട്ടിയിട്ടുണ്ടാവും. 10 പോരാ, എനിക്ക് കൂടുതൽ. റൈറ്റ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ച് സെറ്റാക്കാം. അതായത് വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിജനാണ്. ചൂടുവെള്ളം, പച്ചവെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ -8 8 രാവിലെ ഈ സമയത്ത്. അത് 12, 13 പോവും. അതായത് രാത്രി 10 മണിക്ക് ശേഷമല്ലോ. 11 മണിക്കെല്ലാം 12, 13 ഇനിയിപ്പം പോകാൻ പോകുന്നിടത്ത് ഇന്ന് പോകുന്ന സ്ഥലത്ത് ലൊബൂച്ചയിൽ ഏകദേശം -16 16, 18. അതായത് നോർമൽ ടൈം. അതായത് രാത്രി 10, 11 മണിക്ക് ശേഷമല്ലോ 20 അടിപൊളി. ഇവരാണ് നമ്മൾ ലഗേജെല്ലാം എടുത്ത് പോകുന്ന ആൾക്കാർ. നമുക്ക് 7 മണിക്കൂർ വേണോ, ഓൾക്ക് ഏകദേശം 4 മണിക്കൂർ വേണ്ട. നല്ല തണുപ്പാ. ഐസായിട്ടുണ്ടോ, നിലത്തുള്ള ഐസ. സ്കൈ ഉണ്ട്, ബ്യൂട്ടിഫുൾ സ്കൈ, സോ ക്ലിയർ. രാത്രിയെല്ലാം കിഡിലാണ്. ഫുള്ള് സ്റ്റാർസാണ് ആകാശത്ത്. ഇന്നലെ വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. ഐഫോണിൽ ഫുള്ള് ഡാർക്കാണ്. എന്താ ഇവിടെ ഫുള്ള് ഹെലികോപ്റ്ററിൻ്റെ കളികളാണ്. ആരെല്ലോ കൊണ്ടുപോകുന്നതാണ് കാത്മണ്ഡുവിലേക്ക്. ആ സെയിം സ്ഥലത്ത് ഒരു ഹെലികോപ്റ്ററും കൂടി വന്നു. വിത്തിൻ 5 minutes. ഇതാണ് ഗൈസ് മക്കാൽ. അങ്ങ് കാണുന്നില്ല ആ ചെറുത് ഏറ്റവും ബാക്കിലുള്ള, അതാണ് ലോകത്തിലെ 5ാമത്തെ ഏറ്റവും വലിയ പീക്ക് മക്കാലു. ഇതെല്ലാം കാണാൻ പറ്റും. നമ്മൾ ഹെലികോപ്റ്ററിൻ്റെ അവസ്ഥ, ഹെലികോപ്റ്റർ അവിടെ തന്നെ ഉണ്ട്. ട്രക്കേഴ്സൊക്കെ ഉണ്ടാവും. നമ്മൾ ട്രക്കേഴ്സാണ്. എടുക്കുന്ന ദിവസമല്ല, നല്ല പേടിയാണ് അറിയത്. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന അവർ എന്താ ആൾക്കാരൊക്കെ ഉണ്ടോ? ഇപ്പോൾ നല്ല തണുപ്പാണ്. കൈൻ്റെ വിരലും കാലിൻ്റെ വിരലും നല്ലോണം അറിയുന്നുണ്ട്. ജസ്റ്റ് ഒരു വ്യൂ കാണിച്ചു തരാം. നടക്കൂ, ബ്രേക്ക് എടുക്കൂ. ബ്രേക്ക് എടുക്കുന്ന നല്ല രസമാണ്. എല്ലാവരും ഒപ്പരം എങ്ങനെയുണ്ട്. വലിയ ഗ്രൂപ്പ് തന്നെ ഉണ്ട്.
അവർ പറഞ്ഞ ഗ്രൂപ്പാണ്, വലിയ ഗ്രൂപ്പാണ്, നമ്മൾ ചെറിയൊരു ഗ്രൂപ്പ്. ഇങ്ങനെ ഓരോ മലകൾ കയറിറങ്ങി പോകണം. ഇങ്ങനെ അടുത്ത ആ മലയിലേക്ക്, ആ മല ഇങ്ങനെ അപ്പുറത്തെ മല, അങ്ങനെ എവറസ്റ്റ് എത്തണം. ഇന്ന് ലബൂഷയാണ്. പൈസ ഉണ്ടോ? വാവ്, ഫുൾ ഐസാണ്. അപ്പോൾ നവംബറിൽ ഇറങ്ങി വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഫുൾ സെറ്റായിട്ടെല്ലാം വരാം. ഐ മീൻ ഫുള്ള് ഡ്രസ്സെല്ലാം ആയിട്ട്. തണുപ്പിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളവർ മാത്രം വന്നാൽ മതി. -20 തണുപ്പ് വിടാം. രാത്രി കഴിച്ചു കൂടാനാ പാട്. ഇങ്ങനെ രാവിലെ നടക്കാൻ സീനൊന്നുമില്ല, പക്ഷെ രാത്രി ഉറങ്ങി എണീക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ദാറ്റ് ഈസ് വെരി ക്രൂഷ്യൽ ടൈം. അതാകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയെങ്കിലും രാവിലെ ആയാൽ മതി എന്നാണ്. ഭയങ്കര തണുപ്പും ഓക്സിജനും കിട്ടുന്നില്ല. ഇറ്റ്സ് ടു മച്ച്. പണ്ട് ഇവിടെ ആരെങ്കിലെല്ലാം താമസിച്ചിട്ടുണ്ടായിരിക്കണം. അടിപൊളി വീട് കെടുതാം. അങ്ങ് കയറി പോകുന്നുണ്ടോ? ഞങ്ങ് മല കയറണം. ഇങ്ങനൊരു സീനെല്ലാം കാണണം. ഇതാണ് റോഡ്. വ്യൂ കണ്ടോ? ശാന്താർ വ്യൂ ആണ്. ഈ വ്യൂവിലില്ലേ എത്ര നേരമാണെങ്കിലും നടക്കാം, നടക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ പ്രശ്നം 2 ടൈമാണ് പ്രശ്നം. ഒന്ന് ട്രക്കിങ് കഴിഞ്ഞിട്ട് ഉറങ്ങുന്ന സമയം, പിന്നെ രാവിലെ എണീച്ചിട്ട് റെഡിയാകുന്ന സമയം. ഈ 2 സമയം സഹിക്കാൻ പറ്റാത്ത സമയമാണ്. ഇതന്നെ വ്യൂ. അങ്ങ് പോണു. ഇപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞ് പോകാമെന്ന് വിചാരിച്ചു. ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കട്ടെ. ഒരു ചായ, ഒരു ചോക്ലേറ്റ്, പിന്നെ യൂറിൻ ബ്രേക്ക്. ഗൈസ്, ചോക്ലേറ്റിന് എന്താ ടേസ്റ്റ് എന്ന് അറിയാമോ? രക്ഷയില്ല. റെസ്റ്റിംഗ് പോയിന്റാണ്. ഏതാടാ വ്യൂ പോലെ. ഇങ്ങനെ കുറേ നേരം ഇവിടെ ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നത്. ഈ വ്യൂ ഇങ്ങനെ കണ്ടോട്ടെ. ഇതാ തുക്ലയിലെത്തി. തുക്ല 4620 മീറ്റർ. ഇന്ന് പോകേണ്ടത് ലബൂഷെ, 3 കിലോമീറ്റർ 3 മണിക്കൂർ. ലബൂഷെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് 9 കിലോമീറ്റർ 9 മണിക്കൂർ. അങ്ങോട്ടേക്ക് ഇന്ന് പോകുന്നില്ല, നാളെ ഇൻഷാ അല്ലാഹ്. നമ്മൾ വന്ന വഴിയാണ്. ഫുഡടി കേന്ദ്രം, ലഞ്ച് ബ്രേക്ക്.
I'll walk. I'll take it. അങ്ങൊരു സാധനത്തിനെ കണ്ട കാക്കനെ കണ്ട കാക്ക ചുവന്ന ചുണ്ടുള്ള കാക്ക 3 മണിക്കൂർ 3 കിലോമീറ്റർ അല്ലേ ഇതവസ്ഥ കുന്ന് കയറലാണ് കുറേ പോകുന്നുണ്ടോ വ്യൂ അൽപൊളിയാണ് അതാണ് നേരത്തെ കാണിച്ച 3 കിലോമീറ്റർ 3 മണിക്കൂർ വന്ദേ അന്തം കത്തിച്ചിട്ടല്ലേ കണ്ണാരടങ്ങി പോയി ഇന്ന് മാത്രമേ കാറ്റുള്ളൂ കേട്ടോ ഇന്നും നാളെ പകുതിയും പിന്നെ നാളെ ഉച്ച മുതൽ ഫുള്ള് ഇറക്കാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതാണ് നൈസ് ഓ മൈ ഗോഡ് ഐ ഫീൽ സോ അമേസിങ് എന്താ പഠിച്ചോന്നോ 3 കിലോമീറ്ററല്ലോ വല്ലാത്ത ദൂരമാണല്ലോ എത്തുന്നില്ലല്ലോ ഇതെല്ലാം എവറസ്റ്റ് കയറുന്നേരം അല്ലെങ്കിൽ കയറിയിട്ട് ഇറങ്ങുന്ന സമയത്തെല്ലാം മരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് മരിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു സംഭവമാണിത് ഐക്യദാർഢ്യം ഓരോ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു സംഭവം മരിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട് അങ്ങനെല്ലാം ഉണ്ട് മേലെല്ലാം ഉണ്ട് കഴിഞ്ഞ കൊല്ലം വെച്ചത് 2023 ഹംഗേറിയൻ എക്സ്പെഡിഷൻ ക്ലൈംബർ ഡൈഡ് ഓൺ മൗണ്ട് എവറസ്റ്റ് in memory of Seamus Lawless Ireland who died on the 16th descending the summit of Mount Everest having fulfilled his dream താഴത്തേക്ക് ഇറങ്ങുന്നേരം പാവം go to sleep 4 hours in the Everest സ്ഥലം മീൻസ് വല്ലാത്തൊരു വൈബാണ് ആയിരക്കണക്കിന് ഇതുണ്ട് ആൾക്കാർ സംഭവങ്ങൾ മരിച്ച ആൾക്കാർക്കെല്ലാം വേണ്ടിയിട്ട് ഒരു ഇത് ഇങ്ങനത്തെ സ്ഥലം ഉണ്ടെന്ന് അറിയില്ലേനു ബാക്കി ഏകദേശം കുറേ എല്ലാം അറിയാനും ഇങ്ങനത്തെ സ്ഥലം ഇതിന് കണ്ടിട്ടില്ല ഇതാണ് മൗണ്ട് എവറസ്റ്റിലേക്ക് കയറുന്നേരം മറങ്ങുന്നേരം മരിച്ച ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച സംഭവങ്ങളായത് ചില ആൾക്കാരുടെ പേരുണ്ട് ചില ആൾക്കാരുടെ പേരില്ല ഫോട്ടോസ് ഉണ്ട് ഫോട്ടോസ് ഇല്ല അങ്ങനെ 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 ഡേവിഡ് ഷാർപ്പ് It is better to live one day as a tiger than 1,000 years as a sheep.
അത്രക്കായിരം ആൾക്കാരും ഇരിക്കുന്നുണ്ട് എവറസ്റ്റ് കയറുന്നവരോ. 10%, 20% ഇരിക്കുന്നുണ്ട്. 100%, 20% സബ്മിറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി ആൾക്കാരും ഇരിക്കുന്നു. ബാക്കി ആൾക്കാർ വൈദ്യുതിക്കുന്ന തിരിച്ചു വരുന്നു. സമയം കാണാൻ പോണേ എവറസ്റ്റ് കയറുന്നത്. ബേസ് ക്യാമ്പിലേക്ക് തന്നെ എത്താൻ പറ്റുന്നില്ല. പിന്നെ എവറസ്റ്റിൻ്റെ മേലേക്ക് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഐക്യദാർഢ്യം. ഐസ് ഫുൾ ഓഫ് ഐസസ് ആണ് ഫ്രോം ദ മലാസ്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു മലയാളി ഞാൻ കണ്ടു, പാലക്കാടിലെ ചെക്കനെ അടിച്ചിട്ട് പോന്നോ. എവറസ്റ്റ് ബേസ് ക്യാമ്പ് അടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ ഞാനും ഇതേപോലെ ഇങ്ങനെ പോകും എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ ഇന്നൊന്നും പറ്റിക്കില്ലെങ്കിൽ. അവിടെ ഓക്സിജൻ വളരെ കുറവാണ്, 58 ഒക്കെ ഉള്ളൂ. പിന്നെ എൻ്റെ മൂക്ക് ഓൾറെഡി അടിഞ്ഞിട്ടുള്ളത്. നാസൽ സ്പ്രേ മസ്റ്റാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നതാണെങ്കിൽ, വിൻ്ററിലല്ലോ. ഞാൻ വായിനെ കൊണ്ട് ശ്വാസം കഴിക്കുന്നത്. പിന്നെ പെനഡോളുണ്ട്. പെനഡോൾ ഞാൻ ഒറ്റ പ്രാവശ്യം കുടിച്ചേക്കുള്ളൂ. നോക്കാം. ഇന്ന് മാക്സിമം ഉറങ്ങാണ്ടിരിക്കേണ്ട പ്ലാനാണ്. കാരണം വെച്ചാൽ ഓക്സിജൻ ഇല്ലാത്ത സ്ഥലമാണ്, റിസ്ക് എടുക്കാൻ കഴിയില്ല. ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ട് നമ്മളെൻ്റെ ഒപ്പരമുള്ള. നമ്മൾ രണ്ടാൾ കാർഡ്സ് സിനിമയെല്ലാം കണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. കാർഡ്സ് കളിക്കാൻ സിനിമ കാണാം. ഇതെന്ന അവസ്ഥ. മഞ്ഞും മലയും. അത് 2 ഇന്ത്യൻസാണ്. നടന്ന് മടുത്ത്. 3 കിലോമീറ്ററിൻ്റെ വില ഇപ്പം അറിയുന്നത്. 3 കിലോമീറ്റർ ഇത്ര ദൂരം ഉണ്ടെന്ന് ഇപ്പം അറിയുന്നത്. 3 കിലോമീറ്റർ ഇപ്പം അടുത്തൊന്നും എത്തൂല എന്തായാലും. ഞാനൊരു 1 മണിക്കൂർ മിനിമം എടുക്കും. 3 കിലോമീറ്റർ ഇനി എത്തിയില്ല. എൻ്റെ റബ്ബേ. നടന്ന് പുള്ളി വ്യൂ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുക. കണ്ടേ ലൂബൂച്ചെ കണ്ട് മക്കളെ. എൻ്റെ സമാധാനമായി. എൻ്റെ 3 കിലോമീറ്റർ. കിട്ടിയില്ലാതാണിപ്പോ. കയ്യെല്ലാം കോടി പോകും. ഇതാണ് ഇന്ന് രാത്രിത്തെ സ്റ്റേ. ഹോട്ടൽ പീക്ക് 15. 7 മണിക്കൂറത്തെ നിർത്താൻ പറഞ്ഞു ട്രക്കിങ്. 8 മണിക്ക് അങ്ങനെ വിട്ട് ഇപ്പോൾ 1:10. ഏകദേശം 5.5 മണിക്കൂർ ആകുന്നേ ഉള്ളൂ. 1.5 മണിക്കൂർ നേരത്തെ ഞാനെത്തി. അവരിപ്പോൾ ബാക്കിലല്ലേ. ഞാനിതൊക്കെ അടുത്തങ്ങ് കിടക്കുമ്പോൾ രക്ഷയില്ലാണ്ട് തളർന്ന് പണ്ടാരടങ്ങി പോയി. വെൽക്കം ടു ഹോട്ടൽ പീക്ക് 15. Yes, thank you so much, Hotel Peak 15. Lobuche. Welcome to Lobuche. माफी भनेको जति हाई मिटरको पनि पोर्सन गरेको छ क्या
ചൂടാക്കുന്ന സാധനം എടുത്തുണ്ട്. नोभेम्बर डिसेम्बरसम्म बसेछु म जनवरी 12 सम्म म यहाँ बसेको जनवरी 12 बसेको എടുത്തോ, എൻ്റെ ലഗേജ് എടുത്തോ. മൈ ലഗേജ്. ഇവിടെ കയറുന്ന ചെറിയൊരു ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. ഉച്ചയാകൊണ്ടിരിക്കും. This is our room for tonight. This is my bag. Alright guys, please use me. Please use me. Okay. Do not forget to turn off the light, please. Okay. എൻ്റെ മോനെ. ടോയ്ലറ്റിൻ്റെ അവസ്ഥ കോരി വയ്ക്കലാണ്. എൻ്റെ റബ്ബേ, കോരി വെച്ച് മടുത്ത് ഞാൻ. My God, I'm so tired. Okay, കാണാം. സൺസെറ്റിൻ്റെ മുമ്പുള്ള സംഭവം ഏതാ വ്യൂല്ലേ. അതിനിപ്പം തന്നെ ഇവിടെ ഐസായിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. നല്ലൊരു ഐസാണ്. -11 ഇവിടുത്തെ പൈസ ഒന്നും കാണിച്ചിരിക്കില്ല. They are all playing right now. You can join it. She likes to play, you know. Take your time. Give me 5 minutes. Yeah.